ഇത് കൊറിയൻ കിംജിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ സാമ്പിൾ എന്നുള്ള രീതിക്ക് $2 ഒരു ചെറിയൊരു സംഭവമാണ് മേടിച്ചത്. ഈ കിംജി ആണെങ്കിൽ 3000 വർഷം മുമ്പ് തന്നെ കൊറിയൻസ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഈ വിൻ്ററിന് മുമ്പായിട്ട് വെജിറ്റബിൾ പ്രിസർവ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ടാണ് ആക്ച്വലി കിംജി അവരെ ഉണ്ടാക്കി തുടങ്ങിയത്. 180ഓളം വെറൈറ്റി കിംജികൾ ഇപ്പോൾ കൊറിയയിലുണ്ട്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എനിക്കിഷ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. കഴിച്ച് വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാ, ഫെർമെൻറ്റ് ചെയ്ത ചില്ലീസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. പണ്ടൊക്കെ കിംജി റാഡിഷ് കൊണ്ട് മാത്രമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നത്തെ കാലങ്ങളിലാണ് കേട്ടോ ഈ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കി തുടങ്ങിയത്. നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ക്യാബേജ് അല്ല ശരിക്കും കിംജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്യാബേജാണ് ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കിംജി ഈ ചില്ലീസ് ഒന്നും ഉപയോഗിക്കാണ്ട ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തും ഇതിനൊക്കെ മാറ്റം വരുത്തി രൂപാന്തരപ്പെട്ടാണ് ഇപ്പം കാണുന്ന കിംജിയുടെ രൂപത്തിലായത്. ഭയങ്കര പോപ്പുലറാണ് കേട്ടോ ഇത്. എനിക്ക് തന്നെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കിംജി ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനാണെങ്കിൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടമായിരുന്നില്ല. കിംജിയുടെ നൂഡിൽസൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ തന്നെ കഴിച്ചപ്പോഴത്തേന് എനിക്ക് ബുദ്ധിമുട്ടാണ്. മേ ബി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ലതായിരിക്കും. ഇതിപ്പോൾ ക്യാബേജ് കൊണ്ടുള്ള കിംജിയാണ് കേട്ടോ, റാഡിഷ് കൊണ്ടുള്ളതല്ല.